അയ്യോ, എല്ലാം കഴിഞ്ഞു പോയില്ലോ കുട്ടി. അല്പ വൈകിപ്പോയി. തമ്പുരാൻ എപ്പോഴാ മരിച്ചത്? അയ്യോ അതല്ല കുട്ടി, സാധുവായ ഒരു ക്ഷത്രിയ കുമാരനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. മകൈരൻ തിരുനാൾ രാജശേഖരവർമ്മ തമ്പുരാൻ എന്റെ അമ്മാവനാണ്. ഞാൻ മൂലം തിരുനാൾ മഹേന്ദ്രവർമ്മ കൊച്ചു തമ്പുരാൻ. കൊച്ചു തമ്പുരാനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. പറഞ്ഞോളൂ. എന്നെ പറഞ്ഞു വിടരുത്. ക്ഷയിച്ചു പോയൊരു കോവിലകത്തെയാ ഞാൻ. എന്ന് പറഞ്ഞാൽ വലിയ തമ്പുരാന്റെ ഉത്തരവ് മറികടന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൽപ്പന കല്ലേ പിളർക്കും. അതാ സ്വഭാവം. വലിയ തമ്പുരാനെ ഒന്ന് കാണാൻ. വലിയ തമ്പുരാൻ അമൃതത്ത് കഴിഞ്ഞ് പള്ളി ഉറക്കത്തിലാണ്. ഇപ്പൊ കാണാൻ പറ്റില്ല. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ വന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാതെ. ഈ കുട്ടിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? പോയിക്കോളൂ പോയിക്കോളൂന്ന്. ഇല്ല, ഞാൻ പോകുന്നില്ല. എന്തായത്? പോയിക്കോളൂന്ന്. ഞാൻ പോണില്ലെന്ന്. എനിക്ക് തമ്പുരാനെ കാണാതിരിക്കാൻ പറ്റില്ല. കുട്ടി, തമ്പുരാൻ അപ്രതി ഉണ്ടാക്കുന്ന യാതൊന്നും ഈ കൊട്ടാര വളർത്തി പാടില്ല. എനിക്ക് അമൃതത്തിന് സമയമായി. ആരാ? രഞ്ജിനി വർമ്മ, കൂവളശ്ശേരി കോവിലകത്തെ. കൂവളശ്ശേരി കോവിലകത്തെയോ? മനസ്സിലായില്ല. പൊൻകുന്നത്ത് നിന്ന് എരുമേലിക്ക് പോകുമ്പോ. അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. തമ്പുരാൻ, പെൺകുട്ടികളുടെ കാര്യം പരസ്യത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഏതായാലും യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. അകത്തേക്ക് പോന്നോളൂ. സ്വീപ്പായ താനിവിടെ ഉണ്ടായിരുന്നോ? താനൊരു കാര്യം ചെയ്യാ. എന്താ സൂര്യ, ഔട്ട് ഹൗസ് ഒക്കെ വൃത്തിയായില്ലേ? കുട്ടി വരൂ. തമ്പുരാൻ ഔട്ട് ഹൗസിലേക്ക് മാറിക്കൊള്ളൂ. ഔട്ട് ഹൗസിലേക്കോ? അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തൽക്കാലം ഈ കുട്ടി അകത്തെ മുറി കഴിയട്ടെ. തമ്പുരാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോളൂ. വരിക. ആലാക്കിന്റെ രാവിലെയും കഞ്ഞി. ഇവിടുത്തെ താമസം സുഖമായിരുന്നു. അപ്പോഴാണ് ഓരോ മാരണങ്ങൾ വലിഞ്ഞേറി വരണത്. ഇനി ഔട്ട് ഹൗസിലോട്ട് പോണം. മുഴുവൻ കൊതുകായിരിക്കും. എന്ത്? ഇതാണ് മുറി. തമ്പുരാൻ ഔട്ട് ഹൗസിലേക്ക് മാറിക്കൊള്ളൂ. അടക്കള് പാന്റും കളസും ഇട്ട് മനുഷ്യനെ ബേജാറാക്കാൻ ഒരു പണിയില്ലാഞ്ഞിട്ടാണ്. എന്താ തമ്പുരാൻ പുലമ്പുന്നേ? എന്നോം ലളിതാ സഹസ്രനാമ സ്തോത്രം ചൊല്ലിയായിരുന്നു. ദിവസം ചൊല്ലാറുണ്ടോ? മനപ്രയാസം വരുമ്പോ. ഞാൻ വന്നതുകൊണ്ട് തമ്പുരാന് ബുദ്ധിമുട്ടായോ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. വരുന്ന അതിഥികളെ ഉപചാരപൂർവ്വം സ്വീകരിക്കാൻ എന്ത് ത്യാഗവും സഹിക്കുന്നതാണല്ലോ ക്ഷത്രിയ ധർമ്മം. എന്റെ കഞ്ഞി കൂടി കുട്ടിക്കോ. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. സൂട്ട്കേസാണ്. ആരാ? എന്താ തമ്പുരാനെ? എനിക്ക് വയറിന് ലേശം വേദനയുണ്ട്. എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിക്കണം. കഴിക്കാം. എനിക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. മാറിക്കോളൂ. എന്താ? ലേശം ചൊറിച്ചിലുണ്ടേ. ഒന്നുമില്ല. ഒന്ന് പോണം തമ്പുരാനെ. പോവാണ്.
തമ്പുരാനെ. ആ വരൂ വരൂ. വേണ്ടത്ര സൗകര്യങ്ങളൊക്കെ മുറിയിലുണ്ടല്ലോ അല്ലേ? അസൗകര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞോളൂ. മുറിയുടെ കാര്യമല്ല, ആ മൂലം തിരുനാൾ തമ്പുരാൻ. എന്താ മൂലം തിരുനാളിന്റെ പെരുമാറ്റത്തിൽ കുട്ടിക്ക് എന്തെങ്കിലും അനിഷ്ടമായിട്ട് തോന്നിയോ? ഇല്ല. എന്താ കുട്ടി മടിക്കാതെ പറഞ്ഞോളൂ. അല്ല, ഞാൻ വന്നതുകൊണ്ട് മൂലം തിരുനാൾ തമ്പുരാന്റെ താമസം മാറ്റിയില്ലേ, അത് അദ്ദേഹത്തിന് അസൗകര്യമായോ എന്ന്. എനിക്ക് ഒരു അസൗകര്യവും ഇല്ല. കണ്ടോ മൂലം തിരുനാൾ, ഈ കുട്ടിയുടെ ഒരു മര്യാദ. നിങ്ങളെ മാറ്റിയതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് ഓർത്ത ഈ കുട്ടി ആകുലപ്പെടുന്നു. ക്ഷത്രിയ രക്തത്തിന്റെ ഗുണം. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ ശുഷ്കാന്തി? എവിടുന്നാണാവോ? കൂവളശ്ശേരി കോവിലകത്തുനിന്നാ. രഞ്ജിനി വർമ്മ. എന്തല്ല ഇബിലിസ് അൽക്കുൽ താക്കുക. നിരവധി തലമുറകൾക്ക് തുണയായിരുന്നു തൃപ്പത്തൂർ ഭഗവതി. ഓ, വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയ. പണ്ടത്തെ ആഘോഷങ്ങളൊന്നും ഇപ്പൊ ഇല്ല. ലക്ഷ്മി തമ്പുരാട്ടി നമസ്കാരം. പരസ്യം കണ്ടു വന്നതാ. എരുമേലിക്കടുത്ത് കൂളശ്ശേരി കോലത്തുന്ന. എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി വർമ്മ. പണ്ട് വലിയ പ്രതാപമായിരുന്നു അത്രേ. കാരണവന്മാര് തലതിരിഞ്ഞ പിന്നെ കോവിലകത്തിന്റെ പേര് മാത്രമേ ബാക്കിയുള്ളൂ എന്നാ കുട്ടി പറയണേ. കുട്ടി അപ്പുറത്തേക്ക് പോയിക്കോളൂ. ആസ്തി എത്ര ഉണ്ടായിട്ടെന്താ കാര്യം? കയ്യാളുന്നൊരു പ്രാപ്തരല്ലാച്ച സുഹൃതക്ഷയാ. നീയോ? പെട്ടിയോടേക്ക് പെട്ടിയോടേക്ക്. എന്താ നിന്റെ ഉദ്ദേശം? എന്താ തമ്പുരാന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെ. നീ വന്നു കയറി ഉടനെ തന്നെ എന്നെ കൊട്ടാരത്തിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് ഔട്ടാക്കി. നിന്നെ ഈ കോമ്പൗണ്ടിൽ ഞാൻ പുറത്താക്കും. നമുക്ക് കാണാം. ഇൻഷാ അല്ലാ കാണാം. നീ മുസ്ലിമാണ്? അതെ, സീന. സീന മുഹമ്മദ് കോയ. സൗദി അറേബ്യയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടുന്ന ഡോക്ടർ മുഹമ്മദ് കോയയുടെയും ഡോക്ടർ മിസസ് ജമീല മുഹമ്മദിന്റെയും ഒരേ ഒരു മകൾ. ബഷീറിനറിയാമോ, ബോർഡിങ്ങിൽ പഠിച്ചു വളർന്ന ഞാൻ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഐ വോണ്ട് ലവ്, ഒരിറ്റ് സ്നേഹം. അതിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇനി എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ. പക്ഷേ നിങ്ങളൊരു ഇസ്ലാമാണെന്ന് ഞാൻ ആരോടും പറയില്ല. അള്ളാഹുവാണ് സത്യം. സത്യം? സത്യം. സീന. ബഷീർ. സീനയുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. മുഖസ്തുതിയാണെന്ന് കരുതരുത്. സീനയെ ആദ്യം കണ്ടപ്പോഴേ ഒരു മുസ്ലിം പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും തമ്പുരാൻ ഒരാളെ തിരഞ്ഞെടുക്കും. അത് സീനയാകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല. സത്യം. സ്നേഹിക്കാൻ ഒരു കൽബ് എനിക്കുണ്ട് സീന. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആ തമ്പുരാനെയും തമ്പുരാട്ടെയും ഇവിടുന്ന് അടിച്ച് റോഡിലിറക്കി ഒരു സുൽത്താനെയും ബീവിയും പോലെ നമുക്കിവിടെ വാഴാം. അന്നവർ മാലികൾ താലികളാലും സുന്ദരമാപത് മോതിരമാലും പിന്നീടും ആടകൾ തോടകളാലും മോദത്താൽ സീനത്തെ ചമയിക്കുന്നേ. അതൊക്കെ പോട്ടെ. നമ്മൾ തമ്മിൽ ഹൃദയങ്ങൾ കൈമാറിയ സ്ഥിതിക്ക് ഇനി അതെന്റെ കൈവശം ഇരിക്കുന്നത് ശരിയല്ല. ഞാനത് എടുത്തു തരാം. എവിടെ? കിട്ടി. ഇതും പോകണ്ടെന്ന് മനസ്സ് പറയുന്നു. എങ്കിലും ഞാൻ പോകുന്നു.